ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അനിയൻ്റെ വീട്ടിൽ ഞാനും അനിയത്തി നാത്തൂനും വേറൊരു നാത്തൂനും അങ്ങനെ എല്ലാവർക്കും കൂടി ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഒന്നുമില്ല, ഞങ്ങൾ 3-4 പേരുള്ളൂ. അപ്പോൾ അനിയത്തി വിളിച്ചിട്ട് നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ചിഞ്ചും കൂടി ഒരു 10:30 മണിയൊക്കെ ആയപ്പോഴേക്കും അങ്ങോട്ട് പോയി. സഞ്ജുവിനും കിച്ചുവിനും ഒക്കെ ക്ലാസ് ഉണ്ട്. ഇക്ക പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ് എന്തോ ആവശ്യത്തിന്. അപ്പം ഞങ്ങൾ 2 വീലറിന് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ വന്ന ഉടനെ ഇറച്ചിച്ചോറിനാകുമ്പോൾ നമുക്ക് കുറച്ച് സമയം അധികം വേണമല്ലോ. അങ്ങനെ ചോറ് നമ്മൾ വേറെ അടുപ്പത്ത് തന്നെ കിടന്നിങ്ങനെ വേവുന്നതായതുകൊണ്ട് കുറേ സമയം വേണം. അപ്പം ഞാനത് ഉണ്ടാക്കാനായിട്ട് വന്നപ്പോഴേ തുടങ്ങി. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഫൗസിയൊക്കെ അതൊക്കെ ഇതിനു മുമ്പ് 2-3 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റൈസാണ് കേട്ടോ ഇത്. അങ്ങനെ വന്നപ്പോൾ തന്നെ ഞാനത് ഉണ്ടാക്കാനുള്ള ജോലികളൊക്കെ ആരംഭിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിഞ്ചു എന്തോ റീൽസ് എടുക്കാനായിട്ട് എന്നോട് അവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് എനിക്ക് ആദ്യമൊന്നും അത് മനസ്സിലായില്ലായിരുന്നു. പിന്നെ അവർ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ളൊരു റീൽസ് എടുത്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇറച്ചിച്ചോറ് വെക്കുന്ന ഒരു റെസിപ്പി ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റെസിപ്പി ആയിട്ടൊന്നും ഞാൻ എടുത്തില്ലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സിമ്പിളായിട്ട് നമ്മൾ ബീഫ് കറി മുളക് പൊടി ഇല്ലാതെ ബീഫ് കറി വെച്ചിട്ട് പിന്നെ തേങ്ങാച്ചോറ് വെക്കുന്നൊരു പ്രോസസ്സൊക്കെ തന്നെയാണ്. സിമ്പിളായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. പക്ഷെ എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. അങ്ങനെ എൻ്റെ ഇക്കാക്കൊന്നും അങ്ങനെ ഒരുപാട് ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആകെ കാത്തിരുന്ന് കഴിക്കാനായിട്ട് കൊതിച്ചിങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഒരു സംഭവം ഈ ഒരു ചോറ് മാത്രമാണ്. അല്ലാതെ ബിരിയാണിയും കുഴിമന്തിയൊന്നും എനിക്ക് അങ്ങനെ ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ കഴിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. അപ്പം നാത്തുമാർ ഇതുവരെ വന്നിട്ടില്ല. ഫൗസി കുളിക്കാനായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ വേഗം പിള്ളേരെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ചിട്ട് വേഗം ഇറച്ചിയൊക്കെ വച്ചു. അങ്ങനെ പിന്നെ പിള്ളേരുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് വീഡിയോസൊക്കെ എടുക്കാനായിട്ടൊക്കെ പറ്റി. അപ്പോഴേക്കും ഫൗസി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ തേങ്ങയുടെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ പോയി അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ പിന്നെ മഴയൊന്നും അങ്ങനെ ഇല്ലാത്തത് കൊണ്ടിട്ടൊരു മഴയും ഇല്ല വെയിലും ഇല്ല, നല്ലൊരു ക്ലൈമറ്റായിരുന്നു. അപ്പോൾ അടുപ്പിലാണ് നമ്മൾ ചോറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അടുപ്പിൽ വെച്ചത് കൊണ്ട് തന്നെ ഒരു എക്സ്ട്രാ ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെയ്യിലാണ് ഇന്ന് ഞാൻ ഡാൽഡയിലൊക്കെയാണ് സാധാരണ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് നെയ്യിലാണ് നമ്മൾ സവാളയൊക്കെ വാട്ടിയെടുക്കുന്നത്. അപ്പോൾ ചോറിനും നമ്മൾ സവാളയും പിന്നെ നെയ്ച്ചോറിൻ്റെതായിട്ടുള്ള അങ്ങനത്തെ കുറച്ച് മസാല കാര്യങ്ങളൊക്കെ ഇടും. അപ്പോഴേക്കും നമ്മുടെ നാത്തൂനൊക്കെ എത്തി. ഒരാൾ വന്നിട്ടില്ല, ഒരാളെത്തി. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിള്ളേർ മുകളിൽ പേരക്ക ഉണ്ടോയെന്ന് നോക്കാനായിട്ടൊക്കെ കയറിയതായിരുന്നു. അപ്പോൾ ഫൗസി പറഞ്ഞു ആരെങ്കിലുമൊക്കെ കഴിക്കാത്തതുണ്ടെങ്കിൽ പിന്നെ കഴിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബീഫും ഫ്രൈ ചെയ്യാം, നെയ്ച്ചോറും വെക്കാം, പിന്നെ ചിക്കനും ഫ്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിച്ചോറൊക്കെ റെഡിയായപ്പോൾ പിള്ളേർ വിശക്കുന്നെന്നൊക്കെ പറഞ്ഞു. 1 മണിയൊക്കെ ആയായിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇറച്ചിച്ചോറായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് നേരം ഇരുന്നിട്ട് ഒന്ന് ട്രൈ ആവണം. അപ്പോൾ ഒന്നും കൂടെ അടിപൊളി ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോഴേക്കും ഷാനിയും വന്നു. കറക്റ്റ് 1 മണിയൊക്കെ ആയപ്പോഴാണ് അവളെത്തിയത്. പിന്നെ നമ്മൾ എല്ലാം ടേബിളിലൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചു. അപ്പം നെയ്ച്ചോറും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ നെയ്ച്ചോറൊന്നും എടുത്തില്ല. ഇറച്ചിച്ചോറുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറൊരു ചോറും വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇറച്ചിച്ചോറ് തന്നെ കഴിച്ചു. പിന്നെ ചിക്കൻ ഫ്രൈയും പരിപ്പ് കറിയും പിന്നെ ഞാൻ കുറച്ച് പുളിങ്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കച്ചമ്പറും പിന്നെ ബീഫ് ഫ്രൈയും. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച് അതിന് ശേഷം മാമാടെയൊക്കെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മാമാടെ മോളും എല്ലാവരും ഉണ്ട്, എളിമായും വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം നീറ്റാക്കിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് സാധാരണ നമ്മളെല്ലാവരും തന്നെ ഉണ്ടാകുമ്പോൾ നല്ലൊരു വർത്തമാനവും കളിയും ചിരിയും അങ്ങനെയൊക്കെ എല്ലാം ആയിരിക്കും. ഇന്ന് കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. പിന്നെ സഞ്ജു കോളേജിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇന്ന് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നാളെ ആവി കയറ്റി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്.
പക്ഷേ ചിലർക്കൊന്നും അങ്ങനെ ഇഷ്ടാവില്ലായിരിക്കാം. പക്ഷെ എനിക്കെന്തോ ചെറുപ്പം മുതലേ കഴിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മച്ചിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഉമ്മച്ചിയുടെ ഉമ്മയൊക്കെ ഇത് ഉണ്ടാക്കി തരുമായിരുന്നു. അവരൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ രുചിയോടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുമ്പോഴും നല്ലൊരു സ്പെഷ്യലൊരു രുചിയുണ്ട്. അങ്ങനെ ഞങ്ങൾ മാമാടെയൊക്കെ വീട്ടിലേക്കൊക്കെ പോകാനായിട്ടൊരു കുഞ്ഞ് ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങി. അപ്പോഴേക്കും ഒരു 3 മണി സമയമൊക്കെ ആയി. അപ്പോൾ അവിടെ എളിമ ഉണ്ടായിരുന്നു, ഉമ്മച്ചിയുടെ അനിയത്തി. എൻ്റെ പല വീഡിയോസിലും ഉണ്ടാവാറുണ്ട്. പുള്ളിക്കാരിയുടെ വീട് ആലുവയിലാണ്. അപ്പോൾ എളിമായും മാമ ആലുവൊക്കെ പോകാനായിട്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ അമ്മായി പുറത്തെന്തോ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് അമ്മായി പോയിരിക്കുകയാണ്. പിന്നെ സേന ഉണ്ടായിരുന്നു, അമീന ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളുടെ സ്ഥിരം കലാപരിപാടിയായിട്ടുള്ള കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്ക് എല്ലാവരുമായിട്ട് കൂടുന്നതൊക്കെ ഭയങ്കര രസമാണല്ലോ. പക്ഷെ അപ്പോൾ എല്ലാവരും ഉണ്ടെങ്കിലും അടിപൊളിയായിരിക്കും. പക്ഷേ കുറേ പേര് ദുബായിലും അങ്ങനെയൊക്കെയാണ്, പിന്നെ വേറെ സ്ഥലത്തും അങ്ങനെ കുറേ അംഗങ്ങളുണ്ടല്ലോ നമ്മുടെ ഫാമിലിയിൽ. അതൊരു പെരുന്നാളൊക്കെ വരുമ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പേരക്കുട്ടികളും കൂടിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഇത് മാമാടെ മോനാണ് ഷാൻ. അവനും അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഒരു അരമണിക്കൂർ അവിടെ ഇരുന്നു വർത്താനമൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും അവർക്ക് ആലുവക്ക് പോകേണ്ടൊരു സമയമൊക്കെ ആയി. പിന്നെ അവർ പോകാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോഴേക്കും ഷാനി അവരുടെ കൂടെ പോയിട്ട് നേരെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പിന്നെ അവൾ ബസ് കയറി വീട്ടിലേക്ക് പോകും. നമ്മൾ നേരെ ഇങ്ങോട്ട് ഞാനും ചിഞ്ചും കൂടി 2 വീലറിന് പോയതുകൊണ്ട് ആ സമയമൊക്കെ ആയപ്പോഴേക്കും കിച്ചു വരുന്ന ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും ഞാനിങ്ങോട്ട് തിരിച്ചും പോകുന്നായിരുന്നു. അപ്പോൾ മാമ പോകുന്ന വഴിക്ക് എളിമാൻ അവിടെ ഇറക്കാനായിട്ടാണ്, ആലുവക്കാണ് മാമ പോകുന്നത്. അപ്പം പുള്ളിക്കാരിനെയും അവിടെ ഇറക്കാനായിട്ട് അവരിറങ്ങിയതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോഴും അതൊരു ലൈഫിൽ വേറൊരു എൻജോയ്മെൻറ്റും. എപ്പോഴും വീട്ടിലൊക്കെ തന്നെ ഇരുന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഇറങ്ങുമ്പോൾ അതിനും വേറൊരു രസമാണല്ലോ. ഞാൻ ശരിക്കും ഫിസിക്കലി കുറച്ച് സുഖമില്ലാതെയൊക്കെ ഇരുന്നത് കൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ ഫൗസി ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ ഇറച്ചി ചോറ് കഴിക്കുക എന്നുള്ള ഒരു ഇഷ്ടവും ആ ഒരു അവളുടെ നിർബന്ധവും ഒക്കെ കാരണം അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നതായിരുന്നു. പോച്ചിയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എനിക്ക് വളരെ സന്തോഷമായി. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വരണം, എന്താ പറയുക, നല്ല ബന്ധങ്ങൾ ഊഷ്മളമായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. എന്നാലാണ് നമ്മുടെ വീഡിയോയൊക്കെ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ഇടാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മുടെ ചാനലൊക്കെ നല്ല റീച്ച് ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.